ദോശ ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് ബോറടിച്ച് ഇരിക്കുകയായിരിക്കും എല്ലാവരും. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ബൗളിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മൾ കൈ വെച്ചാൽ പൊള്ളരുത്, ആ ഒരു പാകത്തിന് ചൂടുവെള്ളം പാടുള്ളൂ. അത് ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അമർത്തി കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അമർത്തി കൊടുത്ത് ഒരു 3 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. സേമിയ നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ഈ വെള്ളം വാർത്തെടുക്കാം. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിണ്ടാവണം കേട്ടോ. ഇങ്ങനെ നമുക്ക് 1 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ സേമിയയിലെ വെള്ളമൊക്കെ പോയി. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, സേമിയ കുഴഞ്ഞു പോവരുത്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. 1/4 കപ്പ് സേമിയയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സേമിയയുടെ അളവനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളണേ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല. ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. കുറച്ച് നാളികേരം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ല ഇങ്ങനെ ഉതിരിയായിട്ട് വരുന്നുണ്ടാവും. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ കട്ട പിടിക്കും കേട്ടോ. ചിരട്ടപ്പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാളികേരം വെച്ച് കൊടുക്കാം. മിക്സ് വയ്ക്കാം. നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെച്ചോളൂ കേട്ടോ. അടച്ച് വെച്ച് നമുക്ക് 2-3 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. പുട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വെറൈറ്റി പുട്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഞാൻ എടുത്ത അളവിൽ ഇതുപോലത്തെ ചിരട്ടപ്പുട്ട് 2 എണ്ണം കിട്ടും കേട്ടോ. നിങ്ങളപ്പോൾ അതനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.